നമസ്കാരം. ലബനാന് പിന്നാലെ ഗസയിലും വെടിനിർത്തലിന് സന്നദ്ധ അറിയിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തന്നെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച വാർത്ത എല്ലാവരും കേട്ടതും കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ആകെ ഭയന്നിരിക്കുകയാണെന്നും അദ്ദേഹത്തിന് പല രാജ്യങ്ങളിൽ പോലും സന്ദർശിക്കാനാകില്ല എന്നും അദ്ദേഹത്തിന് വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണെന്നും അറിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ആ തീരുമാനത്തിൽ അവസാനം ഒരു ന്യായം കണ്ടെത്തിയിരിക്കുകയാണ്. ബന്ദിമോചനം മുൻനിർത്തിയുള്ള താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. ചർച്ചയ്ക്കായി ഈജിപ്ത് പ്രതിനിധി സംഘം ഇസ്രായേലിൽ എത്തുമെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഗസയിൽ ഹമാസ് ഭരണം ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ യുദ്ധം തുടരുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉയർത്തുന്ന സമ്മർദ്ദവും ബന്ദികളുടെ ബന്ധുക്കൾ ആരോപിച്ച പുതിയ പ്രക്ഷോഭ പരിപാടികളുമാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലെന്നാണ് സൂചനയിൽ പറയുന്നത്. വെടിനിർത്തലിനുള്ള സമഗ്ര പദ്ധതി ഈജിപ്ത് അവതരിപ്പിക്കുമെന്നും ഹിസ്ബുള്ളയുമായി തന്നെ ബന്ധമുള്ള അൽ അഖ്ബാർ മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാലയളവിൽ തന്നെ പ്രായമായവർക്കും രോഗികൾക്കും മുൻഗണന നൽകി ബന്ദികളെ ഘട്ടങ്ങളായി തന്നെ മോചിപ്പിക്കണമെന്നാണ് ആവശ്യം. ഇതിന് സമാന്തരമായി ദീർഘകാല ലക്ഷ്യത്തോടുള്ള ചർച്ചയും നടക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണം അവസാനിപ്പിക്കാൻ തന്നെ ചർച്ചയില്ല എന്ന ഹമാസിന്റെ പ്രഖ്യാപിത നിലപാടിനിടെ ഇസ്രായേൽ എത്ര കണ്ട് വിട്ടുവീഴ്ച തയ്യാറാകും എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനിടെ ലബനാനിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം കഴിഞ്ഞിരുന്നു. 2 തവണയോളം തന്നെ ഇന്നലെ ആക്രമണം നടന്നതായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കരാർ ലംഘിച്ച് ദക്ഷിണ ലബനാനിൽ ആക്രമണം നടത്തിയ ഇസ്രായേലിനെതിരെ ലബനാൻ സർക്കാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി തന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ മുന്നോട്ട് വരുന്നത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് കേന്ദ്രം എന്ന് ആരോപിച്ചായിരുന്നു യുദ്ധവിമാനം ഉപയോഗിച്ചുള്ള ആക്രമണം അവിടെ ഉണ്ടായത്. ഇതിനു പുറമെ ലിറ്റാനി നദിയുടെ തന്നെ തെക്ക് ഭാഗത്തേക്കുള്ള താമസക്കാരുടെ സഞ്ചാരം വിലക്കിയ ഇസ്രായേൽ നടപടിയും പ്രതിഷേധത്തിനിടയാക്കി എന്ന് പറയാം. ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. 34 പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത്. ഇന്നലെ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലബനാനിൽ ഇസ്രായേൽ വ്യോമാക്രമണവും സംഭവിച്ചു. തെക്കൻ ലബനാനിലാണ് ഇസ്രായേൽ അധിനിവേശ സൈന്യ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് കേന്ദ്രം എന്ന് ആരോപിച്ചാണ് യുദ്ധവിമാനം ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് എന്ന് പറയാം. കൂടാതെ തെക്കൻ ലബനാനിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഇസ്രായേൽ സൈന്യം വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ വൈകുന്നേരം 5 മണിക്ക് മുതൽ തന്നെ രാവിലെ 7 മണി വരെ ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന കർശനമായി നിരോധിച്ചിട്ടാണ് ഇസ്രായേൽ സൈനിക മേധാവിയുടെ അറബ് വക്താവ് അവിജയ് അദ്രയി അറിയിപ്പ് നൽകിയത്. ലബനാൻ പൗരന്മാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പ് വെടിനിർത്തൽ കരാർ ലംഘനമാണ് എന്ന് ഹിസ്ബുള്ള MP ഹസൻ ഹദ്ല ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ലബനാന്റെ തെക്കൻ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്ന സാധാരണക്കാർക്ക് നേരെയാണ് ഇസ്രായേൽ വെടിനിർത്തിയതെന്ന് പറയാം. അദ്ദേഹം പറഞ്ഞു കൂട്ടിയ വാക്കുകൾ ഇതായിരുന്നു: അതിർത്തി ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നവരെ ഇസ്രായേൽ സേന ആക്രമിക്കുകയാണെന്ന് പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം ഹദ്ദലല്ല മാധ്യമങ്ങളോട് പറഞ്ഞു. 14 മാസം നീണ്ട അതിക്രമങ്ങൾക്ക് താൽക്കാലിക അറുതി കുറിച്ച് പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ 4ഓടെയാണ് ലബനാനിൽ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. 60 ദിവസത്തേക്കാണ് വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നത്. ഇതോടെ തെക്കൻ ലബനാനിൽ കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടക്കം ആരംഭിച്ചു. ഇസ്രായേൽ സൈനിക പിന്മാറ്റം തുടങ്ങിയിരിക്കുന്നു. ബൈറൂത്തിലും ലബനാന്റെ മറ്റു ഭാഗങ്ങളിലും സമീപനാളുകളിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ നടത്തിയ രാത്രിയായിരുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത്. തെക്കൻ ലബനാനിൽ തന്നെ ഇസ്രായേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ തന്നെ പ്രവേശിക്കരുത് എന്നും ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുതെന്നും അടക്കമുള്ള ഉപാധികളോടെയാണ് വെടിനിർത്തൽ സംഭവിച്ചത് എന്ന് പറയാം.